नमस्ते बच्चों, मैं आज यहाँ पर 9वीं कक्षा का दूसरा अध्याय लेने जा रही हूँ। पाठ का नाम है टीवी। तो आपने टीवी देखे होंगे। आज का पहले काल में टीवी ब्लैक एंड वाइट टीवी था। तो टीवी के लिए हम सिग्नल मिलने के लिए किसका उपयोग करते थे? एंटीना का उपयोग करते थे। आपने कई एंटीना देखा है? देख के ये है एंटीना। पहले हम एंटीना का उपयोग करते थे। किस लिए एंटीना का उपयोग किया जाता है? सिग्नल मिलने के लिए। तो सिग्नल मिलने से ही हमें टीवी में पिक्चर आदि देख सकते हैं। लेकिन आजकल में हम एंटीना का उपयोग नहीं करते हैं, क्योंकि टेक्नोलॉजी के परिवर्तन के कारण बदलाव में टीवी में बदलाव आ गए। ब्लैक एंड वाइट के बदले हम कलर टीवी और उसके लिए सिग्नल के लिए हम किसका उपयोग करते हैं? सेट टॉप बॉक्स, केबल आदि का, डिश आदि का उपयोग करते हैं। तो आपने टीवी में क्या क्या देखते होंगे? आप നിങ്ങൾ टीविയിൽ എന്തെല്ലാം കാണുന്നുണ്ടാവാ? टीवी में हम सिनेमा देखते हैं ना। तो सिनेमा के लिए एक सिनेमा बनने के लिए किसकी ज़रूरत होती है? ഒരു സിനിമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമാണ് ഉള്ളത്? അപ്പോൾ പട്കഥ की ज़रूरत होती है। പട്കഥ അല്ലേ? പട്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരക്കഥയാണ്. അപ്പോൾ തിരക്കഥ ഉണ്ടെങ്കിൽ തിരക്കഥ അതിലുണ്ടായിരിക്കണം. അപ്പോൾ തിരക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ തിരക്കഥയിൽ പട്കഥയിൽ എന്തിൻ്റെ എല്ലാം ആവശ്യമുണ്ട്? समय, स्थान, कथापात्र और दृश्य और उसके साथ वो कॉन्वर्सेशन, वार्तालाप आदि भी होना चाहिए. എന്നാൽ തിരക്കഥയിൽ സംഭാഷണം ഉണ്ടാവണം, സമയം ഉണ്ടാവണം, സ്ഥലം ഉണ്ടാവണം, കഥാപാത്രങ്ങൾ ഉണ്ടാവണം, അതുകൂടാതെ തന്നെ ദൃശ്യം, പിന്നെ സംഭാഷണം. ഇത് കൂടുമ്പോഴാണ് ഒരു പട്കഥയായി മാറുന്നത് അല്ലേ? അതുകൂടാതെ തന്നെ ഈ പട്കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് പേജ് നമ്പർ 23 ടിവിയുടെ ഒരു കഹാനി ഉണ്ട് അവിടെ. ആ കഹാനിയാണ്, നിങ്ങൾ ഒന്ന് സമയം ഉണ്ടെങ്കിൽ ആ ടിവിയുടെ പേജ് നമ്പർ 23 എടുത്തിട്ട് ടിവി എന്ന് പറയുന്ന കഹാനി ഒന്ന് വായിച്ചു നോക്കാം. ആ കഹാനിയാണ് എന്ത് രൂപത്തിലാക്കി മാറ്റിയിരിക്കുന്നത്? പട്കഥ രൂപത്തിലാക്കി മാറ്റിയതാണ്. അപ്പോൾ ഈ പട്കഥയുടെ ലേഖകൻ ആരാണ്? വരുൺ ഗ്രോവറാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പട്കഥാകൃത്ത് കൂടിയാണ്, സംഗീതജ്ഞനും കൂടിയാണ്. ആര്? വരുൺ ഗ്രോവർ. അപ്പോൾ ഈ പട്കഥയിൽ 8 സീനാണ് ഉള്ളത്. അപ്പോൾ ഒരു സിനിമ നിർമ്മിക്കാൻ പട്കഥ ആവശ്യമുണ്ടാകുന്നല്ലേ? ആ സിനിമ എന്താണ്? ഒറ്റയടിക്ക് നിർമ്മിക്കുന്നതല്ല, ഓരോ സീൻ എടുത്തിട്ടാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ ഓരോ സീൻ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് എടുത്തിട്ട് അത് അവസാനം ഒന്നിച്ച് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു മനോഹരമായ സിനിമയായി മാറുന്നത്. അപ്പോൾ അതേപോലെയാണ് ഇവിടെ എന്തുള്ളത്? ഒരു സിനിമ അല്ലെങ്കിൽ പട്കഥ ഉള്ളത്. എങ്ങനെയാണ് നമുക്ക് ആ പട്കഥ ഉള്ളതെന്ന് നോക്കാം. 8 സീനായിട്ടാണ് ഈ പട്കഥ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളത്. ഈ പട്കഥയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ആരെല്ലാണ്? ഗോപു, ചുന്നി, ലല്ലു. ഈ 3 കുട്ടികളും TV നോക്കാൻ വേണ്ടിയിട്ടാണ് എവിടേക്ക് പോകുന്നത്? മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് ഈ പട്കഥയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പാഠഭാഗത്തിലേക്ക് പോകാം. ടിവിയിൽ ഒന്നാമത്തെ സീനാണ്. ഒന്നാമത്തെ സീനിൽ गोपू के घर के बाहर की कच्ची सड़क दोपहर के 2 बजे. ഒന്നാമത്തെ സീനിൽ എന്താണ്? ഗോപു കി ഘർ കി കച്ചി സഡക്. ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്തുള്ള കച്ചി സഡക് എന്ന് പറഞ്ഞാൽ മൺ റോഡാണ്. ആ റോഡ് സമയം എത്രയാണ്? ഉച്ചക്ക് 2 ബജെ 2 മണിയാണ്. അതാണ് ഒരു പട്കഥയിൽ സമയമുണ്ട്, സ്ഥലമെല്ലാം ഉണ്ട്. അതേപോലെ ഉച്ചക്കത്തെ 2 മണി. पहाड़ी इलाका दूर दूर तक फैले पहाड़ दिख रहे हैं. करीब 8-10 साल की उम्र के 3 बच्चे गोपू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं. പഹാടി ഇലാക്ക എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശം, പർവ്വത മേഖലയാണ്. ഈ ദൂർ തക്ക് ഫേലെ പഹാഡ് ദിക്രേക്ക്, വളരെ ദൂരം വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ കാണാൻ സാധിക്കുന്നത്? പർവ്വതങ്ങളെ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ കരീബ് 8-10 साल के उम्र के बच्चे, കരീബ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8-10 വയസ്സ് ഉള്ള കുട്ടികളാണ്. 3 കുട്ടികൾ. ആരെല്ലാണ്? ഗോപു, ചുന്നി और ലല്ലു. ബച്ചെ കച്ചേ റാസ്തേ പർ കടേത്ത്. ഈ 3 കുട്ടികളും മണ്ണുള്ള റോഡിലാണ്, ഡാമറുള്ള റോഡല്ല, മൺ റോഡിൽ നിൽക്കുകയായിരുന്നു. गोपू देखने से ही बाकी दोनों पर हावी लगता था. गोपू
ഗോപുവിൻ്റെ കാഴ്ചയിൽ തന്നെ മറ്റു രണ്ട് പേരിലും ഗോപുവിൻ്റെ കാഴ്ചയിൽ എന്താണ് മറ്റു രണ്ട് പേരിൽ അധികാരമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ വഹ് ജമീൻ പർ ജുക്ക എന്ത് ചെയ്തു ജമീൻ പർ ജുക്ന ജമീൻ പറഞ്ഞാൽ ഭൂമിയിലേക്ക് കുനിഞ്ഞു. और कुछ उठाने की कोशिश कर रहा था താഴെ മണിങ്ങിയിട്ട് കുനിഞ്ഞിട്ട് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് കോശിഷ് പരിശ്രമിക്കുകയായിരുന്നു. ഉസ്കെ ഹാത്ത് മേ മക്കോട ഹെ ആരുടെ ഉസ്കെ അവൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു മക്കോട. മക്കോട എന്ന് പറഞ്ഞാൽ എന്താണ് പാറ്റ അല്ലെങ്കിൽ പുഴു എന്നറിയാം പാറ്റ. ഇനി ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് പറയുന്നത്. ഗോപു चुन्नी को मकोड़ा पकड़ाते हुए ए ले तेरा प्यारा मकोड़ा अब का इसकी कसम. ഗോപു എന്ത് ചെയ്തു ഗോപു ആണ് നിലത്തുനിന്ന് മക്കോടയെ എടുത്തത്. അതിൻ്റെ ഗോപു എന്ത് ചെയ്തു ഈ മക്കോട എടുത്തിട്ട് ആരുടെ കയ്യിൽ കൊടുക്കുകയാണ് ചുന്നിൻ്റെ കയ്യിൽ കൊടുത്തോണ്ട് പറയുകയാണ് ഏലേ ഇതെടുത്തോ തേരാ പ്യാരാ മക്കോട നിൻ്റെ പ്രിയപ്പെട്ട എന്താണ് പാറ്റ. അബ് കാ ഇസ്കി കസം എന്നെന്താ പറഞ്ഞു ഈ പാറ്റയെ പിടിച്ചിട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു. കസം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. പാറ്റയെ പിടിച്ചിട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു ചുന്നി. അപ്പോൾ ചുന്നി പറയാണ് മുസ്കുരാക്കർ മക്കോട പക്കത്തെ ഹുയെ ജേസ് കൈസെ കാന്നി ഹെ. ചുന്നി എന്ത് പറഞ്ഞു ചുന്നി ആ പാറ്റയെ പിടിച്ചോണ്ട് ചിരിച്ചോണ്ട് പറയുകയാണ് എങ്ങനെയാണ് ഞാൻ സത്യം ചെയ്യേണ്ടത് എന്ന് ആരോട് ചോദിച്ചു ഗോപുവിനോട്. ഗോപു അരെ ജേസെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹെ ബോൾ മേ കസം കാത്തി ഹും. അപ്പോൾ ഗോപു എന്താ പറഞ്ഞു എങ്ങനെയാണ് നിന്നോട് മാഷ് നിന്നോട് എങ്ങനെയാണ് സത്യം ചെയ്യിക്കുന്നത് അതേമാതിരി നീ സത്യം ചെയ്യാൻ പറഞ്ഞു. ചുന്നി മേ കസം കാത്തി ഹും. ചുന്നി എന്താ പറഞ്ഞു ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് ഗോപു കി ഹം ചുപ്കേസെ ദൂസരെ ഗാവ് ജായെങ്കെ എന്താ പറഞ്ഞു നമ്മൾ ഗോപു പറയുകയാണ് നമ്മൾ ചുപ്കേസെ എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ രഹസ്യത്തിൽ ദൂസരെ ഗാവ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാം. എന്തിനാണ് ചുന്നി കി ഹം ചുപ്കേസെ ദൂസരെ ഗാവ് ജായെങ്കെ. ഇത് കേട്ടപ്പോൾ ചുന്നി ചോദിച്ചു നമ്മൾ ആരും അറിയാതെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാനോ എന്തിന് ഗോപു. और चुपके से TV देखकर आएंगे. അപ്പോൾ ഗോപു എന്താ പറഞ്ഞു ആരും അറിയാതെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് നോക്കിയിട്ട് വരാം TV നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. और ഗോപു ചുന്നി പറയുകയാണ് ഹസി റോക്തി ഹുയി ഔർ ചുപ്കെ സെ TV. അപ്പോൾ ചുന്നി എന്താ പറഞ്ഞു ചിരിച്ചോണ്ട് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചുന്നി പറഞ്ഞു ചുപ്കെ സെ TV ദേക്കറായെങ്കിൽ ചുപ്കേസെ നമ്മൾ ആരും അറിയാതെ മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് TV നോക്കിയിട്ട് വരാനോ എന്ന് പറഞ്ഞു ലല്ലു. അപ്പോൾ ഗോപു പറയാണ് ഔർ യഹ് ബാത്ത് കിസി കോ നഹി ബത്തായെങ്കിൽ മാക്കോ ബി നഹി. ഗോപു എന്താ പറഞ്ഞു ഈ വിഷയം നമ്മൾ ആരോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. യ ബാത്ത് കിസിക്കോ നഹി ബത്തായെങ്കിൽ നമ്മ മറ്റൊരു ഗ്രാമത്തിലേക്ക് TV നോക്കാൻ പോകുന്ന കാര്യം ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് അമ്മയും കൂടി അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലല്ലു ബീച്ച് മേ സെ ടോക്ക് കർ മാക്കോ കേസെ ബത്തായെങ്കിൽ മാ തോ സോ രഹി ഹെ. അപ്പോൾ ബീച്ച് മേ സെ ടോക്ക് കർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി സംസാരിക്കുക. രണ്ടാൾ സംസാരിക്കുന്ന ഇടയിൽ കയറിയിട്ടാണ് ആര് സംസാരിച്ചു ലല്ലു എന്താ പറഞ്ഞു മാക്കോ കേസെ ബത്തായെങ്കിൽ അമ്മയോട് എങ്ങനെ നമ്മൾ പറയും മാത്തോ സോ രഹി ഹെ അമ്മ ഉറങ്ങുകയാണ്. കാരണം ഉച്ച സമയത്താണ് ഇവർ പോകുന്നത് 2 മണിക്കല്ല, ആ സമയത്ത് അമ്മ ഉറങ്ങുകയാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ അമ്മയോട് പറയും തോ ഗോപു ഹാ മാത്തോ സോ രഹി ഹെ അബ് മക്കോട രഖ് ദേ. അപ്പോൾ ഗോപ്പും പറഞ്ഞു ഹാ അതെ അമ്മ ഉറങ്ങുകയാണ്. എൻ്റെ ചുന്നിയോട് എന്താ പറഞ്ഞു നിൻ്റെ കയ്യിലുള്ള പാറ്റ അവിടെ ഇട്ടോ താഴെ വെച്ചോ എന്ന് പറഞ്ഞു. ചുന്നി മക്കോട രഖ് ദേത്തി ഹെ ആത്ത് ചുന്നി മക്കോട രഖ് ദേത്തി ഹെ. ചുന്നി എന്ത് ചെയ്തു ആ പാറ്റയെ നിലത്തിടുകയാണ്, നിലത്ത് വെച്ചു. അതെന്ത് ചെയ്തു ഹാത്ത് ജാഡത്തി ഹെ കൈ കൊട്ടുകയാണ് അല്ലെ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ കൈ കൊട്ടിയിട്ട് തൻ്റെ ഉടുപ്പിൽ തൊടുക്കും. അതിനുശേഷം പറയുകയാണ് ഗോപു ആകെ ബഡ്തേ ഹുയേ തോ ഫിർ ചലോ. അപ്പോൾ ഗോപു എന്താ പറഞ്ഞു മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു അപ്പം നമുക്ക് പോവാം, അപ്പം മറ്റൊരു ഗ്രാമത്തിൽ പോയി TV നോക്കിയിട്ട് വരാം അല്ലേ. തീനോ ബച്ചേ
കച്ചി സടക് പാർ ആകെ ബഡ് ജാത്തെ ഹെ. അപ്പോൾ തീനോ ബच्चे, ഈ മൂന്ന് കുട്ടികളും കച്ചി സടക് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മണ്ണുള്ള റോഡാണ്. ഈ മൺ റോഡിലൂടെ മൂന്ന് കുട്ടികൾ മുമ്പോട്ട് നടന്നുകൊണ്ട് പോവുകയാണ്. എവിടത്തേക്കാണ് പോകുന്നത്? ടി വി നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സീനിൽ എന്ത് പറഞ്ഞു? ഒന്നാമത്തെ സീനിൽ ഈ മൂന്ന് കുട്ടികളും ടി വി നോക്കാൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആരോടും പറയാണ്ട് രഹസ്യത്തിൽ നമ്മൾ എവിടെ പോവാം, മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ടി വി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗോപു എന്ത് പറഞ്ഞു? ആരോടും പറയാൻ പാടില്ല. ഈ ടി വി നോക്കാനുള്ള കൊണ്ടുപോകുന്ന ആരാണ്? ഇതിൽ മെയിൻ ലീഡർ ആരാണ്? ഗോപു ആണ്. അപ്പോൾ ഗോപുവിൻ്റെ സംരക്ഷണയിലാണ് ഈ രണ്ട് കുട്ടികളും പോകുന്നത്. നോക്കാൻ രണ്ടാമത്തെ സീനിൽ ഇവർ എന്തെല്ലാം ചെയ്യുന്നു നോക്കാം. പഹാഡ് കി പകിടങ്കി दोपहर के 3 बजे. പഹാഡ് കി പകിടങ്കി എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശത്തിലെ ഒറ്റയാടി പാത എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇടപ്പാത എന്ന് പറയും. ഇപ്പോൾ മണി എത്രയായി? മണി 3 ബജെ, ഉച്ചത്തെ 3 മണിയായി. ബച്ചെ മെഹനത് സെ പഹാഡ് കി പകിടങ്കി ചढ़ रहे थे. ഈ മൂന്ന് കുട്ടികൾ മെഹനത് എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടാണ് മലയോര പ്രദേശത്തിലെ ഒറ്റയാടി പാത എന്ന് പറഞ്ഞാൽ ഇടപ്പാത. ഇടപ്പാത വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ കുട്ടികൾ കയറുന്നുള്ളത്. സാമനെ വാലി എക് ചോട്ടി പർ ടി വി ടവർ ദിക് രഹാത്ത. അപ്പോൾ ഇവർ ആ കുന്നുമല കയറിയിട്ട് പോകുമ്പോൾ അടുത്തുനിന്ന് വളരെ ദൂരത്തുനിന്ന് ഇവർക്ക് എന്ത് കാണുന്നുണ്ട്? ടി വിയുടെ ടവർ കാണുന്നുണ്ട്. ഗോപു ദേഖാ യഹ് ഹെ, യഹ് തോ ടവർ ഹെ ജിസ്മേ ടി വി ആത്താ ഹെ. അപ്പോൾ ഗോപു എന്ത് പറഞ്ഞു? ഇതേ ടവറാണ്, ഇതിൽ നിന്നാണ് എന്ത് വരുന്നത്? ടി വി വരുന്നതെന്ന് പറഞ്ഞാൽ ടി വിയിൽ ദൃശ്യങ്ങൾ വരുന്നത്, പിക്ചേഴ്സൊക്കെ ടി വിയിൽ വരുന്നതെന്ന് പറഞ്ഞു. ടി വിക്ക് സിഗ്നൽ വരുന്നത് ഈ ടവറിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ലല്ലു आता कहाँ है? आता होता हम दूसरे गाँव क्यों जाते? അപ്പോൾ ഗോപു പറഞ്ഞു, എവിടുന്നാണ് വരുന്നത്? വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകണോ? ഇല്ല. അപ്പോൾ ഗോപു ചുന്നി യ ലല്ലു തോ എക്ദം ലല്ലു ഹെ. അപ്പോൾ ചുന്നി ഗോപു എന്ന് പറഞ്ഞു ചുന്നിയോട്, ഈ എന്താണ് ലല്ലു എന്ന് പറയുന്നത്? അവനെന്തോ ഒരു മണ്ടനാണ്, ഒന്നും അറിയില്ല. बाबा ने बताया था कि इसी ടവർ से दूसरे गाँव में ടി വി आता है. അപ്പോൾ ഗോപു എന്താ പറഞ്ഞു? എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഇതേ ടവറിൽ നിന്നാണ് എന്ത് വരുന്നത്? ടി വി എന്ന് പറഞ്ഞാൽ സിഗ്നൽ വരുന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു. और क्योंकि हमारा गाँव पहाड़ के इस तरफ है. എന്തുകൊണ്ട്? നമ്മുടെ ഗ്രാമം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ഗ്രാമമുള്ളത്. കുന്നിൻ്റെ ഈ വശത്താണ് നമ്മുടെ ഗ്രാമമുള്ളത്. അതുകൊണ്ടാണ് എന്ത് കിട്ടാത്തത്? നമുക്ക് ടി വിയിൽ സിഗ്നൽ കിട്ടാത്തത്. ഹമാരേ മേ നഹി ആത്തെ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? ടി വിക്ക് സിഗ്നൽ കിട്ടാത്തെന്ന് പറഞ്ഞു ചുന്നി. हाँ मेरे बापू ने भी बॉक्स और ആൻറ്റിന भी खरीद लिया था. അപ്പോൾ ചുന്നി എന്ത് പറഞ്ഞു? അത് എൻ്റെ അച്ഛനും ബോക്സ് എന്ന് പറഞ്ഞാൽ ടി വി ആണ്, ടി വിയും കൊണ്ടുവച്ചിട്ടുണ്ട്, ആൻറ്റിന കൊണ്ടുവച്ചു. ഖരീദ് ലിയ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങി. ഹംനെ ടി വി കോ സബ് തരഫ് ഗുമായ. നമ്മൾ എന്ത് ചെയ്തു? അച്ഛന് ചുന്നിയ പറയാണ് തൻ്റെ അച്ഛന് ടി വി കൊണ്ടുവന്നു, ആൻറ്റിന കൊണ്ടുവന്നു. എൻ്റെ ടി വി ആൻറ്റിന കൊണ്ടുവന്ന് നമ്മൾ വീടിൻ്റെ മേൽക്കൂരത്ത് വെക്കണം അല്ലേ? മേൽക്കൂരത്ത് ഈ ടി വിയുടെ ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടായിട്ട് എന്ത് ചെയ്തു? സബ് തരഫ് ഗുമായ, 4 ഭാഗത്തും ഇതിനെ തിരിച്ചു. എന്ത് കിട്ടുന്നില്ല? പർ ടി വി പക്കഡ് നെഹിത്തി എന്ന് പറഞ്ഞാൽ ടി വിയിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? സിഗ്നൽ വരുന്നില്ല. ഗോപു ടി വി തോ ജാദു ഹെ ഏസെ തോടെ ഹി പകടെങ്കിൽ. അപ്പോൾ ഗോപു എന്ത് പറഞ്ഞു? ടി വി എന്ന് പറയുന്ന ജാദു, ജാദു എന്ന് പറഞ്ഞാൽ മായാജാലമാണ്. അതിങ്ങനൊന്നും നമുക്ക് പിടിക്കാൻ കിട്ടുന്നതല്ല. ക്യാ ചീസ് ഹെ ടി വി എന്ന് പറഞ്ഞു? എന്ത് വസ്തുവാണ് ഈ ടി വി? ഗോപു ടി വിക്ക് യാദോ മേ കോയാ ഹുവ ആകെ ബഡ്താ ഹെ. അപ്പോൾ ഗോപു ടി വിയുടെ ഓർമ്മകളിൽ മുഴുകി മുന്നോട്ട് പോവുകയാണ്. ബാക്കി ദോനോ ഉൻകെ പീച്ചെ പീച്ചെ ചൽ രഹേ തെ. അപ്പോൾ ബാക്കി 2 കുട്ടികളും ഈ ഗോപുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഗോപു എന്തിൽ ഓർമ്മയിൽ മുഴുകി? ആ ടി വിയുടെ ജാദുവിനെ കുറിച്ച്. ടി വി ഒരു പ്രാവശ്യം ഗോപു കണ്ടിട്ടുണ്ട്. ആ ഓർമ്മകളിലാണ് ആര് മുഴുകിപ്പോയത്? ഗോപു. അപ്പോൾ ആ ഓർമ്മകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. തൻ്റെ ബാക്കിയുള്ള ലല്ലുവിനോടും ചുന്നിനോടും താൻ പോയി കണ്ട ടി വിയുടെ ആ മായാജാലത്തെ കുറിച്ചിട്ട് പറയുകയാണ്. 3-ാമത്തെ സീനിൽ നോക്കാം. ഇനി 3-ാമത്തെ സീനിൽ ഗോപു പറയുന്നതാണ് ആദ്യം ഓന് കണ്ട ടി വി ഒരു പ്രാവശ്യം ഗോപു കണ്ടിരുന്നു. ആ കണ്ട മായാജാലത്തെ കുറിച്ചിട്ടാണ്, ടി വിയിലെ അത്ഭുതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കാം. മനോഹർ ചാച്ചാക്കെ ഘർ കാ കമറ സുബഹ് 8 ബജെ. എത്രയാണ്? മനോഹർ ചാച്ചയുടെ വീടിലെ മുറി
രാവിലെ എത്ര മണിയാണ്? 8 മണി എന്ന് പറഞ്ഞാൽ ഗോപു പറയുകയാണ് എന്താണ്? ടി വി पर 26 जनवरी की परेड आ रही है. गोपू और उसके बाबा टकटकी लगाए देख रहे हैं. ടി വി पर 26 जनवरी എന്ന് പറഞ്ഞാൽ ടി വിയിൽ 26 ജാനുവരി എന്ന് പറഞ്ഞാൽ എത്ര? 26 ജനുവരി 26-ന് എന്ത് കാണുന്നുണ്ട്? പരേഡ് ഉണ്ടാവും. നിങ്ങൾ പരേഡ് കണ്ടിട്ടുണ്ടോ? ഒന്ന് നോക്കാൻ നമുക്ക്. ഇതാണ് പരേഡ്. ഈ പരേഡ് എപ്പോഴാണ് കാണുന്നത്? ടി വിയിൽ റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് രാവിലെ 8 മണിക്ക് ഇത് തുടങ്ങും. ഇത് നോക്കിക്കൊണ്ടിരുന്ന ആരല്ല? ഗോപുവിൻ്റെ അച്ഛനും വളരെ ശ്രദ്ധയോടു കൂടിയാണ് എന്ത് നോക്കുന്നത്? ഈ പരേഡ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിട്ട് മനോഹർ ചാച്ച ബഗൽ മേ ബൈഠേ തേ. അതിൻ്റെ അടുത്ത് തന്നെ ആരിയ്ക്കായിരുന്നു? മനോഹർ ചാച്ച. മനോഹർ ചാച്ച ബഗൽ എന്ന് പറഞ്ഞാൽ അടുത്ത്, പാസ്. ബഗൽ മേ ബൈഠേ ടി വി മേ ജാങ്കിയാ ചൽ രഹി ഹെ. ബഗൽ അടുത്ത് ഇരുന്നിട്ട് ആര് നോക്കിയായിരുന്നു? ഗോപു ഇരുന്നിട്ടുണ്ട്, ഗോപുവിൻ്റെ അച്ഛനും ഉണ്ട് അല്ലേ. അതിൻ്റെ അടുത്ത് തന്നെ ആര്? മനോഹർ ചാച്ചാവും ഇരുന്നിട്ടുണ്ട്. ടി വി മേ ജാങ്കിയ, ടി വിയിൽ എന്ത് കാണുന്നുണ്ട്? ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഔർ ഏക് കമൻട്രി ബീത്തി, ദൃശ്യം കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടായിരുന്നു? ഒരു കമൻട്രി പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കമൻട്രി എന്ന് നോക്കാം. ടി വി സെ ആത്തി കമൻട്രി ഔർ യഹ് ഹെ ഇസ്കി ടി വി സെ ആത്തി ജാങ്കി ആസാം രാജ്യ കി. ടി വി സെ ആത്തി കമൻട്രി, ടി വിയിൽ നിന്ന് വരുന്ന കമൻട്രി എന്ന് നോക്കാം. और यह है झांकी आसाम राज्य की आगे आगे बिहू नृत्य करती महिला है. ആസാം രാജ്യത്തിലെ, ആസാം സ്റ്റേറ്റിൽ നിന്ന് ആരാണ്? ബിഹു നൃത്യം എന്ന് പറഞ്ഞൊരു ഡാൻസാണ്. ആ ബിഹു നൃത്യം ചെയ്യുകയാണ് അടുത്ത ആസാം രാജ്യത്തിലെ മഹിളാ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് പരേഡ് കഴിഞ്ഞ ശേഷം ഓരോ ഐറ്റംസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരേഡ് കഴിഞ്ഞ ശേഷം എന്താണ് കാണുന്നത്? ആസാം രാജ്യത്തിലുണ്ടായിരുന്ന എന്താണ്? ബിഹു നൃത്യമാണ് ഇവർ കണ്ടുകൊണ്ടുണ്ടായിരുന്നത്. ആരല്ല? ഗോപുവിൻ്റെ ബാബ മനോഹർ ചാച്ചയും. ഗോപു ബാബ യെ ആവാസ് കഹാ സെ ആ രഹി ഹെ. അപ്പോൾ ഗോപു അച്ഛനോട് ചോദിക്കുകയാണ്, ഈ ടി വിയിൽ കമൻട്രി വരുന്നുണ്ട് അല്ലേ, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. മനോഹർ ചാച്ച പറയുകയാണ് യഹ് ബി ടി വി സെ ഹി ആ രഹി ഹെ. ഗോപു എന്താ പറഞ്ഞു? ഇതും എവിടെ നിന്ന് വരുന്നത്? ടി വിൻ്റെ അകത്തുനിന്ന് തന്നെ വരികയാണെന്ന് പറഞ്ഞു ഗോപു. ജാദു ഹേന. അപ്പോൾ ഗോപു പറയുകയാണ് ഇതെല്ലാം കണ്ടിട്ട് ടി വി എന്ന് പറയുന്നത് ഒരു ജാദു എന്ന് പറഞ്ഞ ഒരു മാജിക്, എന്താണ്? ഒരു മായാജാലം തന്നെയാണ് അല്ലേ ടി വി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ സീനിൽ എന്താണ് നമുക്ക് കണ്ടത്? മൂന്നാമത്തെ സീനിൽ ഗോപു ടി വി കുറിച്ചുള്ള ഓർമ്മകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പണ്ടപ്പോൾ ഒരു മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോയപ്പാട് ടി വി കണ്ടിരുന്നു. ടി വിയിൽ എന്തുണ്ടായിരുന്നു? 26 ജനുവരി റിപ്പബ്ലിക് ഡേൻ്റെ പരേഡ് കണ്ടിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ആരോട് പറഞ്ഞുകൊണ്ട് പോവുകയാണ്? ലല്ലുവിനോടും ചുന്നിനോട് പറഞ്ഞുകൊണ്ട് ഗോപു പോകുന്നത്. ഇനി ഇവർ നാലാമത്തെ സീനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സീൻ 4 പഹാടി സടക് ഷാം കെ 4 ബജെ. പഹാടി സടക് എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശത്തിൻ്റെ മലയോര റോഡ് പ്രദേശമാണ്. റോഡിൻ്റെ അടുത്തേക്ക് എത്തി. ഷാം കെ 5 ബജെ. ഇവർ വൈകുന്നേരം 4 മണിയായി. 5 ബജെ അല്ല 4 ബജെ. 4 മണിയായി. ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എത്ര മണിക്കാണ്? 2 മണിക്കാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. തീനോ ബച്ചെ സടക്ക് കിനാരെ ചൽ രഹേ ഹെ. 3 കുട്ടികളും റോഡിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഗോപു ജാദൂത്ത സച്ച്മുച്ച് ജാദൂത്ത. ഗോപു എന്താ പറഞ്ഞു? ജാദു. കാരണം ഇതുവരെ ഒരു ടി വി കണ്ട ഓർമ്മകളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ പറയാണ് ടി വി എന്ന് പറയുന്ന ഒരു മായാജാലമാണ്. അത് സത്യമായിട്ടൊരു മായാജാലം തന്നെ അല്ലേ. ചലോ അബ് സടക് പാർ കർണി ഹെ. അപ്പോൾ മതി, നമ്മൾ എന്ത് ചെയ്യുക? റോഡ് ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 കുട്ടികളും റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയാണ്. സടക് പാർ കർനെ കി കോശിഷ് സാമനെ സെ തേസി സെ എക് ബസ് ആത്തി ഹെ. ഈ 3 കുട്ടികളും റോഡ് ക്രോസ് ചെയ്യാൻ കോശിഷ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുകയാണ്. സാമനെ സെ തേസി സെ എക് ബസ് ആത്തി ഹെ. അപ്പോൾ മുമ്പിൽ നിന്ന് വളരെ ഫാസ്റ്റിൽ എന്ത് വരുന്നുണ്ട്? ഒരു ബസ് വരുന്നുണ്ട്. ചുന്നി ദൗഡ് കർ പാർ കർ ലേത്തി ഹെ. ആ ബസ് വരുന്നത് കണ്ടപ്പോൾ ചുന്നി എന്ത് ചെയ്തു? പെട്ടെന്ന് ഓടിയിട്ട് റോഡ് ക്രോസ് ചെയ്തു. എന്നിട്ട് ഗോപു ലല്ലു കടേ രേജാത്തെ. ഗോപു ലല്ലു അവിടെ തന്നെ ബാക്കിയായി. കാരണം ചുന്നി വളരെ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്തു.
बस में ज़ोर से ब्रेक लगाता है, ड्राइवर गुस्से में सिर बाहर निकलता है. ആ ചുന്നി പെട്ടെന്ന് ആ ബസ് വളരെ സ്പീഡിൽ വരുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടണ്ട ഇല്ല. പക്ഷെ ചുന്നി എന്ത് ചെയ്തു, പെട്ടെന്ന് ഓടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നു. അത് കണ്ടപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്തു, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടിട്ട് ബസ് നിന്നു. എന്നിട്ട് ഡ്രൈവർ എന്താണ് ബസ്സിൽ നിന്ന് വളരെ ദേഷ്യത്തോടെ തല പുറത്തിട്ടിട്ട് ഇവരോട് പറയുകയാണ്, എന്താണ് ഡ്രൈവർ ഹബേ ദേക്കെ ചലോ, എന്താ പറഞ്ഞു, നോക്കിയിട്ട് നടന്നൂടെ, ക്രോസ് ചെയ്തൂടെ, നോക്കിയിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഗോപു ഓർ ലല്ലു ജൽദി സെ സടക് പാർ കർത്തേ ഹെ, അത് കണ്ടിട്ട് ബാക്കിയുണ്ടായി ഗോപ്പും ലല്ലു ആണ് ബാക്കിയുണ്ടായി റോഡ് ക്രോസ് ചെയ്യാൻ. അങ്ങനെ ഗോപ്പും ലല്ലും പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലെത്തി. അങ്ങനെ ഇനി ചുന്നി പറയുന്നത് നോക്കാം. तुम लोग सच में छोटे बच्चे हो, सड़क पार करना भी नहीं आता. അപ്പോൾ ചുന്നി എന്ത് പറഞ്ഞു, ഇവരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, തും ലോഗ് സച്ച് മേ ചോട്ടെ ബച്ചേ ഹോ, നിങ്ങൾ രണ്ടുപേരും ചെറിയ കുട്ടികളാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാനും കൂടി നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഗോപു ചാമ്പത്തെ ഹുയെ ജൽദി ചലോ അബ് ദേർ ഹോ രഹി ഹെ. ഗോപു എന്ത് പറഞ്ഞു, നാണക്കേട് തോന്നി ഇങ്ങനെ പറഞ്ഞപ്പോൾ. എന്നിട്ട് ഗോപു പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇനി സീൻ 5, ഇനി സീൻ 5 എന്തെന്ന് നോക്കാം. കസ്ബെ കി സബ്സി മണ്ഡി ഷാം കെ 5 ബജെ. കസ്ബെ എന്ന് പറഞ്ഞാൽ പട്ടണമാണ്. പട്ടണത്തിലെ സബ്സി മണ്ഡി, സബ്സി എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റാണ്. സബ്സി മണ്ഡിയിലെത്തിയവർ കിത്തനെ ബജെ, ഷാം കെ 5 ബജെ, വൈകുന്നേരം 5 മണിയായി. ലല്ലു സബ്സി മണ്ഡി കി ഭീഡ് സെ തോടാ പീച്ചെ രഹ ഗയാ. എന്താണ് സബ്സി മണ്ഡിയിലെത്തിന് ആ റോഡിലൂടെയാണ് പോകേണ്ടത് ഇവർക്ക്. ലല്ലു സബ്സി മണ്ഡി മേ ബീഡ് സെ, ലല്ലു എന്ത് ചെയ്തു, ഈ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കുറച്ച്, ബീഡ് എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് പിറകിലായി. ഗോപു ഒരു ചുന്നി ആകെ ചൽ രഹേ ഹെ, ഗോപ്പും ചുന്നിയും മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ ആരെ ശ്രദ്ധിക്കുന്നില്ല, ലല്ലുവിനെ ശ്രദ്ധിക്കുന്നില്ല. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആര് പിരിഞ്ഞു പോയി, വേർതിരിഞ്ഞു, ലല്ലു അല്ലേ. അപ്പോൾ ചുന്നി ഡരി ഹുയി ഹെ, ചുന്നി എന്താ, ഡരി എന്ന് പറഞ്ഞാൽ പേടി. ചുന്നിക്ക് എന്ത് തോന്നി, പേടി തോന്നി. ചുന്നി തുമ്നെ കഹാ താ ജൽദി പൗഞ്ചേങ്കെ. അപ്പോൾ ചുന്നി എന്ത് പറഞ്ഞു, ഗോപ്പുവിനോട് പറയുകയാണ്, നീ അല്ല പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് എത്തുമെന്ന്. ഷാം തക്ക് വാപ്പസ് ആയെങ്കിൽ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സമയം ഇപ്പോൾ ലേറ്റായി, വൈകുന്നേരം 5 മണി. അതിന് എപ്പോഴാണ് നമ്മൾ TV കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതെന്ന് ആര് പറഞ്ഞു, ചുന്നി പറഞ്ഞു. ഗോപു ബസ് ആനെ വാലാ ഹെ മനോഹർ ചാച്ചാ കാ ഘർ. അപ്പോൾ ഗോപു എന്ത് പറഞ്ഞു, എത്താനായി ആരുടെ വീട്, മനോഹർ ചാച്ചയുടെ വീട്, നീ ടെൻഷൻ ആക്കണ്ടെന്ന് പറഞ്ഞു. चुन्नी एक लंबे आदमी से टकरा जाती है, वह लंबे आदमी जल्दी में है, संभालते हुए आगे बढ़ जाता है. ചുന്നി एक लंबे आदमी से, ലംബ എന്ന് പറഞ്ഞാൽ ഒരു നീളമുള്ള ഒരു വ്യക്തിയുമായിട്ട് ചുന്നി കൂട്ടിയിടിക്കുകയാണ്. ടക്രാന കൂട്ടിയിടിക്കുന്ന ആ ലംബെ ആദ്മി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ധൃതിയിലാണ് അയാളുള്ളത്, പെട്ടെന്ന് അയാൾക്ക് പോകണം. അങ്ങനെ അയാൾ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് അയാൾ സ്ട്രേറ്റ് പോകുന്നുണ്ട്. ആകെ ബഡ്ജാത്ത് നേരെ പോകുന്നുണ്ട് അദ്ദേഹം. ചുന്നി റുഹാസി ഓക്കർ കബ് സെ കഹ രഹേ ഹോ ആനെ വാലാ ഹെ. അപ്പോൾ ചുന്നി റുഹാസി എന്ന് പറഞ്ഞാൽ ചുന്നി കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് ചുന്നി പറയുകയാണ്, നീ എപ്പോൾ ഉണ്ട് പറയാൻ തുടങ്ങിയിട്ട്, എത്താനായി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്താത്തെന്തെന്ന് ചുന്നി ചോദിക്കുന്നു. ഗോപു പീച്ചെ മുടുക്കർ ഹരേ ലല്ലു കഹാ രേ ഗയാ. അപ്പോഴത്തേക്കാണ് ഗോപു എന്ത് നോക്കുന്നത്, പീച്ചെ മുട്ട്ന ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് ആരെ നോക്കിയാണ്, ലല്ലുവിനെ കാണുന്നില്ല. ലല്ലു എവിടെ പോയി എന്ന് നോക്കുകയാണല്ലേ. ലല്ലു എവിടെ പോയി, ആ ഒരു തുറോമത്ത്. പിന്നെ എന്താ പറഞ്ഞു, ചുന്നിയോട് പറഞ്ഞു ലല്ലുവിനെ കാണുന്നില്ല, നീ ഇപ്പം കരയേണ്ട, നോക്കണം എന്ത് ചെയ്യാം. മത്ത് TV देखना है ना, उसमें എന്താണ് പതാ ഹെ ലോഗ് ബക്സ് കെ അന്തർ ബന്ദ് ഹോത്തെ ഹെ. അപ്പോൾ ഗോപു ചുന്നിയോട് പറയുകയാണ്, ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, മനോഹർ ചാച്ചൻ്റെ വീട് ഇപ്പം എത്തും. അപ്പോൾ ചുന്നി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ചുന്നിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോപു എന്ത് പറഞ്ഞു, നിനക്കറിയാമോ TV-ൻ്റെ അകത്ത് ആൾക്കാർ എങ്ങനെയാണ്, ചെറിയ ആൾക്കാരായിട്ട് കാണുന്നുണ്ട്, വലിയ മനുഷ്യന്മാരൊക്കെ തന്നെ ചെറുതായിട്ട് കാണുന്നുണ്ട്, അവരൊക്കെ തന്നെ TV-ൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന മാതിരിയുണ്ട്. ചോട്ടെ ദിക്തേ ഹെ, ആ വലിയ ആൾക്കാർ എങ്ങനെ കാണാം, TV-ൻ്റെ അകത്ത് ചെറുതായിട്ട് കാണുന്നുണ്ട്. തെരേ മക്കോടോ കീ തര, എങ്ങനെയാണ്, തെരേ മക്കോടോ കീ തര എന്നെ പാറ്റയെ പോലെ
ആ ടി വിൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ചെറുതായിട്ട് കാണുന്നു. അപ്പോൾ ആരെ കണ്ടു? ലല്ലു ദിക്താ ഹെ, ലല്ലുവിനെ കണ്ടു. ഏ ലല്ലു ജൽദിയാന. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു? ഗോപു പറഞ്ഞു ലല്ലു പെട്ടെന്ന് വാ, നമുക്ക് പോവാം. അപ്പോൾ ചുന്നി കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചുന്നിനെ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? എനിക്ക് ടി വി കാണണമല്ലോ, ടി വിയിൽ വലിയ വലിയ ആൾക്കാർ എങ്ങനെ കാണുന്നു? ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ പാറ്റയെ പോലെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവൻ ആരെ കണ്ടത്? ലല്ലുവിനെ കണ്ടു. അങ്ങനെ ലല്ലുവിനും കൂട്ടിക്കൊണ്ട് ഇവർ 3 പേര് പോവുകയാണ്. ലല്ലു ദൗड़ता हुआ आता है, तीनों हाथ पकड़कर चलने लगते हैं. ലല്ലു എന്ത് ചെയ്യുന്നു? ഓടിക്കൊണ്ട് ലല്ലു എത്തി. അങ്ങനെ ഈ 3 കുട്ടികളും കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. കാണാം, ഇനി പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 ആളും കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. സീൻ 6 നോക്കാം എന്ത് സംഭവിക്കുന്നതെന്ന്. കസ്ബേ കി ഗലി ഷാം കാ സമയം. കസ്ബേ കി ഗലി എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണത്തിൻ്റെ ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്. പട്ടണത്തിൻ്റെ തെരുവിലേക്ക് എത്തി പിള്ളേർ. ഷാം കാ സമയം, ഷാം കാ സമയം എന്ന വൈകുന്നേരം, വളരെ നേരം വൈകി. ബच्चे एक गली के मोड़ पर सामने कच्चे पक्के मकानों की कतर है. ബच्चे एक गली के मोड़ में. അപ്പോൾ ഈ 3 കുട്ടികളും തെരുവിൻ്റെ ഒരു സൈഡിലെത്തി. സാമനെ മുമ്പിലായിട്ട് ഇവർക്ക് എന്ത് കാണുന്നുണ്ട്? കച്ചേ പക്കേ മക്കാനോ കി ഖത്തർ. കച്ചേ പക്കേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മാണം പൂർത്തിയായതും പണി പകുതിയായുള്ള വീടുകളും മണ്ണുള്ള വീടുകളെ കാണുന്നുണ്ട്. മക്കാനോ കി ഖത്തർ എന്ന് പറഞ്ഞാൽ ലൈനായിട്ടുള്ള വീടുകൾ, ലൈനായിട്ടാണ് വീടുകളുള്ളത്. അത് കണ്ടിട്ടാകുമ്പോൾ ഗോപു പറയുക എന്താണ്? ബസ് യഹി ഗലി ഹെ ഇസ്മേ ഹെ മനോഹർ ചാച്ച. അപ്പോൾ ഗോപു പറഞ്ഞു ഇത് തന്നെയാണ് തെരുവ്, ഇവിടെയാണ് ആരുടെ വീട്? മനോഹർ ചാച്ചയുടെ വീടുള്ളത്. അപ്പോൾ ലല്ലു തോച്ചലോ. അപ്പോൾ ലല്ലു പറഞ്ഞു ശരി, അപ്പോൾ നമുക്ക് പോകാം. ഗോപു മക്കാനോ കോ ദേഖ്താ ഹുവാ ഹാ ലേക്കിൻ യാദ് കർണേ ദോ കോൺസാ ഘർ ഹെ. ലല്ലു എന്ത് ചെയ്യാണ്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ വീടുകൾ എങ്ങനെ ലൈനായിട്ടാണ് വീടുകളുള്ളത്. അപ്പോൾ ഗോപു എന്ത് പറഞ്ഞു? നോക്കാം, മക്കാനോ കോ ദേഖ്താ ഹുവ, ഈ വീടുകളെ നോക്കിക്കൊണ്ട് ഗോപു പറയുകയാണ് ലേക്കിൻ യാദ് കർണേതോ. യാദ് എന്ന് പറഞ്ഞാൽ എന്ത്? ഓർമ്മ. എനിക്ക് ഓർമ്മിക്കാനുള്ള സമയം താ, കാരണം എവിടെയാണ് ആരുടെ വീടുള്ളതെന്ന് നോക്കാം. ചുന്നി പർ കേസേ. അപ്പോൾ ചുന്നി ചോദിച്ചു എങ്ങനെയാണ് നീ ഇപ്പോൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു ഗോപു. അരേ ഉസ് ഘർ കെ ഊപ്പർ ടി വി കാ ഡണ്ടാ ലഗാ ഹുവാ. എന്തായിരുന്നു? ഉസ് ഘർ കെ ഊപ്പർ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ, മനോഹർ ചാച്ചയുടെ വീടിൻ്റെ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്? ടി വി കാ ഡണ്ട എന്ന് പറഞ്ഞാൽ ടി വിയുടെ ആൻറ്റിന വെച്ചിട്ടുണ്ട്. തീനോ ധ്യാൻ സെ ഘറോं की ओर देखते हैं और गोपू का चेहरा उतर जाता है. 3 കുട്ടികളും എവിടെ നോക്കുന്നു? എല്ലാ വീടുകളിൻ്റെ മേൽക്കൂര മുകളിലേക്ക്, ടെറസിലേക്ക് നോക്കുന്നു അല്ലേ? ടെറസിൻ്റെ മുകളിൽ ആൻറ്റിന കാണുന്നുണ്ടോ എന്ന് നോക്കുന്നു. തീനോ ധ്യാൻ സെ ഘറോं की ओर देखते. 3 വളരെ ശ്രദ്ധയോടെ എല്ലാ വീടുകളെ നോക്കുന്നു. ഗോപു കാ ചേര ഉത്തർ ജാത്താ ഹൈ. എല്ലാ വീടുകളെ കണ്ടിട്ടാകുമ്പോൾ ഗോപുവിൻ്റെ മുഖം എന്തായി? വാടിപ്പോയി. എന്തുകൊണ്ടാണ് നോക്കാം. ഗോപു പർ യഹാ തോ, പക്ഷെ ഗോപു പറഞ്ഞു ഇവിടെയാണെങ്കിലോ ലല്ലു സബ്കി ഛത് പർ ലഗാ ഹെ. ലല്ലു എന്ത് പറഞ്ഞു? എല്ലാവരുടെ വീടുകളിൽ കാണുന്നുണ്ട് ചുന്നി. ടി വി വാല ഡണ്ട അബ് ക്യാ കരേംഗെ. അപ്പോൾ ലല്ലു എന്ത് പറഞ്ഞു? ഗോപു പറയാണ് ഇവിടെ എല്ലാവരുടെ വീടിലുണ്ട്. സബ്കെ ഘറോമേ ഹെ. ചുന്നി പറഞ്ഞു എന്താണ് എല്ലാവരുടെ വീടിലുള്ളത്? ടി വിയുടെ ആൻറ്റിന എല്ലാവരുടെ വീടിൽ കാണുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ കുട്ടികൾ മനോഹർ ചാച്ചയുടെ വീട് കണ്ടുപിടിക്കുന്നത്? കാരണം ഇവർക്ക് ഒരേ ഒരു എന്താണ് ഇതുണ്ടായിരുന്നത്? ടി വിയുടെ ആൻറ്റിന ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പിള്ളേർ വന്നത്. അത് കണ്ടിട്ട് ഇപ്പോൾ എന്താണ് വീട് കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എല്ലാവരുടെ വീടുകളിൽ എന്ത് കാണുന്നുണ്ട്? ടി വിയുടെ ആൻറ്റിന. ഗോപു ഹിമ്മത്ത് ആർത്തേ ഹുയേ. എന്താണ്? ഗോപു ഹിമ്മത്ത് ഹാർന എന്ന് പറഞ്ഞാൽ ഗോപുവിൻ്റെ ധൈര്യം ചോർന്നു പോയി. ഉണ്ടായ ധൈര്യം മൊത്തം പോയി. കാരണം ആ കുട്ടി ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വരെ എത്തി. ഇനി എന്ത് ചെയ്യും? പത്താ നഹി. ഇനി മുന്നോട്ട് എന്ത് ചെയ്യും അറിയില്ല. മനോഹർ ചാച്ചാനെ ബതായ താക്കി ഉസ്കെ ഘർ മേ എന്താണ്? ഉസ്കെ ഘർ ഹി ടി വി ഹെ. മനോഹർ ചാച്ച പറഞ്ഞിരുന്നു എന്താണ്? മനോഹർ ചാച്ചയുടെ വീട്ടിൽ മാത്രമാണ് ടി വി ഉള്ളത്. പർ യഹാ തോ സബ്കെ ഘറോ മേ ഹെ. പക്ഷെ ഇവിടെയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിൽ എന്ത് കാണുന്നുണ്ട്? ടി വിയുടെ ആൻറ്റിന കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും ലല്ലു? बेहद अताश अब वापस चले. ബേഹദ് അതാശ് എന്ന് പറഞ്ഞാൽ വളരെ നിരാശനായി ലല്ലു പറയുകയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. ആസ്മാൻ കോ ദേഖ്തേ ഹുയേ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ആകാശത്തെ നോക്കി.
नहीं अंधेरा हो रहा है. എന്താണ് ലല്ലു പറഞ്ഞു നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇനി നമുക്ക് മനോഹർ ചാച്ചയുടെ വീട് ഏതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇവർ ആകാശത്തേക്ക് നോക്കി, എന്തിനാണ്? ഇരുട്ടായി അല്ലേ? അപ്പോൾ വളരെ വൈകിപ്പോയി, ഇരുട്ടായി. ഇനി എങ്ങനെയാണ് പോകുന്നത്? വരുമ്പോഴത്തേക്ക് ഉച്ചക്കാണ് ഇവർ പുറപ്പെട്ടതുകൊണ്ട് ലല്ലുവിന് ഗോപ്പുവിന് വയ്യെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഇരുട്ടായത് കൊണ്ട് ഇവർക്ക് എന്ത് കിട്ടൂല, ഇപ്പോൾ വയ്യൊന്നും ഓർമ്മ കിട്ടൂല. ചുന്നി ഹം കോകെ, ചുന്നി എന്ത് പറഞ്ഞു? നമുക്കിവിടെ വഴി തെറ്റിപ്പോയി, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഗോപു കുച്ച് നഹി ബോൽത്ത ബസ് റോനെ ലഗ്താ ഹെ. ഗോപു ഒന്നും പറയുന്നില്ല. ഗോപു എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ബാക്കി ദോനോ ബി റോനെ ലഗ്തിയെ. ഗോപു കരയാൻ തുടങ്ങുമ്പോൾ ബാക്കി രണ്ട് കുട്ടികളും ചുന്നിയും ലല്ലും കരയാൻ തുടങ്ങി. അങ്ങനെ ടി വി കാണാൻ വന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ ആൻറ്റീന ഉണ്ട്. ആൻറ്റീന കണ്ടപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുമ്പോൾ ഇവർ ഒന്നിച്ച് വന്ന ഗോപ്പുവാണ് മെയിനായിട്ട് ഇവരെ കൊണ്ടുവന്നത്. പക്ഷെ ഗോപുവിനെ തന്നെ ഇപ്പോൾ ധൈര്യമില്ലാതായി. ഗോപു കരയാൻ തുടങ്ങുമ്പോൾ ബാക്കി രണ്ട് കുട്ടികളും കരയാൻ തുടങ്ങി. ഇനി സീൻ 7 എന്താണെന്ന് നോക്കാം. കസ്ബേ കി സഡക് ദേർ ഷാം കാ സമയം. കസ്ബേ കി സഡക് എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ റോഡിലാണ് ഉള്ളത് ഇവർ. ദേർ ഷാം വളരെ വൈകുന്നേരമായി, വളരെ ഇരുട്ടായി. ഭീഡ് ജമാ ഹെ, ബच्चे रो रहे हैं, കസ്ബേ കെ ലോഗ് ഉനെ ചുപ് കരാ രഹേ ഹെ എന്ന് പറഞ്ഞാൽ ഭീഡ് ജമാ, കുട്ടികൾ 3 കുട്ടികൾ കരയുമ്പോൾ ആൾക്കാർ കൂടും അല്ലേ? ആൾക്കാർ കൂടി. ബच्चे रो रहे, ആൾക്കാർ കൂടിയിട്ട് കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കസ്ബേ കെ ലോഗുനെ ചുപ് കരാ രഹേ. കസ്ബേ കെ ലോഗ് എന്ന് പറഞ്ഞാൽ പട്ടണവാസികൾ ഈ കുട്ടികളെ കരയണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കസ്ബാവാല, കസ്ബേ വാല ഏക്, ഒന്നാമത്തെ പട്ടണവാസി എന്ത് പറയും നോക്കാം. कहते हैं മനോഹർ ചാച്ചാ സെ മിൽനെ ആയേ ഹെ കിതർപൂർ സെ. അപ്പോൾ ഒന്നാമത്തെ പട്ടണവാസി എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരോട് പറയുകയാണ്, ഈ 3 കുട്ടികൾ ആരെ കാണാൻ വന്നതാണ്? മനോഹർ ചാച്ചയെ കാണാൻ വന്നതാണ്. എവിടെ നിന്നാണ്? കിതർപൂർ സെ. കിതർപൂർ എന്ന സ്ഥലത്ത് നിന്ന് വന്നു. അപ്പോൾ ഖസ്ബേ വാല ദോ, പട്ടണവാസി രണ്ടാമൻ പറഞ്ഞെന്താണ്? അബ് ചുപ് ഹോ ജാओ ഡറോ മത്. എന്താ പറഞ്ഞു? എനിക്കറിയണ്ട, പേടിക്കണ്ട, നമ്മളെല്ലാവരും ഇല്ലേന്ന് ചോദിച്ചു. ക്യാ നാം ഹേ തുമാര, എന്താണ് നിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പം ലല്ലു, മേരാ നാം ലല്ലു എന്ന് പറഞ്ഞു. ലല്ലു എന്ന് പറഞ്ഞു, എൻ്റെ പേര് ലല്ലു എന്ന് പറഞ്ഞു. ചുന്നി റോത്തേ ഹുയെ മുജ് ഘർ ജാനാ ഹെ. ചുന്നി എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കിപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. തബി മനോഹർ ചാച്ച ആത്താ ഹെ ഗോപു കോ ഉഠാ ലേത്താ ഹെ. അപ്പോൾ ആര് വന്നാടെ? മനോഹർ ചാച്ച എത്തി. എന്നിട്ട് ഗോപുവിനെ തട്ടി ബാക്കി 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് മനോഹർ ചാച്ച പോവുകയാണ്. മനോഹർ ഹരേ ഗോപു തും അക്കേലെ കേസെ ആകെ. ഗോപുവിനോട് മനോഹർ ചാച്ച ചോദിക്കുകയാണ്, എടാ ഗോപു, ഇത്രയും ദൂരം നീ ഒറ്റയ്ക്ക് എങ്ങനെ വന്നു? നമുക്ക് പോകാൻ പറ്റുമോ? 8-10 വയസ്സുള്ള ചെറിയ കുട്ടികളാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നീ ഇത്രയും ദൂരം എത്തിയെന്ന് ചോദിച്ചു ഗോപു. ടി വി ദേഖ്നാത്ത ഹം തീനോക്കോ. ഗോപു എന്ത് പറഞ്ഞു? നമുക്ക് 3 പേർക്ക് ടി വി കാണണമായിരുന്നു. ആ ടി വി കാണാൻ വേണ്ടിയിട്ടാണ് ഈ 3 കുട്ടികളും ഇത്രയും ദൂരം കടന്നിട്ട് വന്നത്. कस्बे वाला एक दूसरे का मुख देखते हैं മനോഹർ ചാച്ച ബച്ചെ കോ ലേ ജാത്താ ഹെ. ഇത് കേട്ടിട്ടാകുമ്പോൾ എന്തിനാണ് ഇത്രയും ദൂരം വന്നതെന്ന് പറഞ്ഞത്? ടി വി നോക്കാൻ. ഇത് പറഞ്ഞ് കേട്ടപ്പോൾ പട്ടണവാസികൾ ഓരോരുത്തർ മുഖാമുഖം നോക്കാൻ തുടങ്ങി. ടി വി കാണാനാണോ ഈ കുട്ടികൾ ഇത്രയും ദൂരം കിത്തർപൂർന്ന് ഈ ഇടത്തേക്ക് എത്തിയതെന്ന്. അങ്ങനെ മനോഹർ ചാച്ച എന്ത് ചെയ്തു? ഈ 3 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ? നോക്കാൻ നമ്മൾ ഇത്രയും ദൂരം വന്ന ഈ 3 കുട്ടികൾക്കും ടി വി കാണാൻ പറ്റുന്നുണ്ടാന്ന് നോക്കാം. 8ാമത്തെ സീനിൽ നോക്കാം. മനോഹർ ചാച്ചാ കാ ഘർ കാ രാത് കാ സമയം. മനോഹർ ചാച്ചാ കാ ഘർ എന്ന് പറഞ്ഞാൽ മനോഹർ ചാച്ചയുടെ വീടാണ്. ഈ 3 കുട്ടികളെ മനോഹർ ചാച്ച തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വൈകുന്നേരം എത്ര മണിയായി? രാത്രിയാണ്. രാത് കാ സമയം, രാത്രിയായി. बाबा ने गोपू को गोद में बिठाया, चुन्नी और लल्लू भी बैठे. बाबा എന്ത് ചെയ്തു? ഗോപുവിനെ തൻ്റെ മടിയിലിരുത്തി. और चुन्नी और लल्लू भी बैठे हैं. और അടുത്ത് തന്നെ ആരിരുന്നു? ചുന്നിയും ലല്ലുവും ഇരുന്നു. മനോഹർ को गोपू शैतान है ये सबको पता है. അപ്പോൾ മനോഹറിനോട് പറയുകയാണ്, ബാബ പറയുകയാണ്, ഗോപു ഷൈത്താൻ. ഷൈത്താൻ എന്ന് പറഞ്ഞാൽ കുരുത്തക്കേടുള്ള വികൃതിയുള്ള കുട്ടിയാണ്. പക്ഷെ സബ്കോ പത്താ, ഇത് എല്ലാവർക്കും അറിയാം. ഇത്രയും ഗോപുവിന് കുരുത്തക്കേട് ഉണ്ടെന്നറിയാം. पर इतना शैतान हमने सोचा नहीं था. പക്ഷെ ഇത്രയും കുരുത്തക്കേട് അവൻ കാണിച്ചു വെക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. മനോഹർ ചാച്ച പറയുകയാണ്, और
പൂരാ രാസ്ത യാത്ര. മനോഹർ ചാച്ച എന്ത് പറഞ്ഞു? ഇവനക്ക് ആടുന്ന് ഇവിടെ എത്തുന്നവരെയുള്ള മൊത്തം വഴി ഓർമ്മയുണ്ടായിരുന്നു. ചലോ ഭായി അബ് ടി വി ചലായേ ജായേ. അപ്പോൾ മനോഹർ ചാച്ച പറഞ്ഞു, ഈ പിള്ളേർ ടി വി നോക്കാൻ വന്നതല്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവർക്ക് ടി വി വെച്ചു കൊടുക്കാം, ടി വി കാണട്ടെ കുട്ടികൾ. ഇത്തനെ ദൂർ സെ ആയേ ഹേ തീൻ ദിവാനെ. ഇത്രേ ദൂരത്തിൽ നിന്ന് വന്നതാണ് ഈ 3 ദിവാനെ എന്ന് പറഞ്ഞാൽ ടി വി പ്രാന്തന്മാരാണ്. എന്ന് പറഞ്ഞാൽ ടി വിയോട് പ്രാന്ത് പിടിച്ചിട്ട് ഈ 3 കുട്ടികളും അത്രയും ദൂരത്തുനിന്ന് ഈ ഗ്രാമത്തിലേക്ക് വന്നു അല്ലേ. നോക്കാം, അങ്ങനെ ഈ 3 കുട്ടികൾക്ക് ടി വി വെച്ചു കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും നോക്കാം. മനോഹർ ടി വി ചലാത്താ ഹെ, ഗോപു ലല്ലു ചുന്നി സീതേ ഹോക്കർ ബാറ്റ് ജാത്തേ ഹെ. മനോഹർ എന്ത് ചെയ്തു? ടി വി ഓൺ ചെയ്യുകയാണ്. ഗോപു ലല്ലു ചുന്നിയും സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ടി വി നോക്കുകയാണ്. ആവാസ് ആത്തി ഹെ, എന്ത് വരുന്നുണ്ട്? ടി വി ഓൺ ചെയ്തു, ടി വി എന്ത് വരുന്നുണ്ട്? ശബ്ദം വരുന്നുണ്ട് അല്ലേ. ഇത് പണ്ടത്തെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ് ഇതിൽ പറയുന്നത്. ടി വിയിൽ നിന്ന് ആദ്യം ഓൺ ചെയ്യുമ്പോൾ ഒരു ശബ്ദം വന്നു. തസ്വീരെ ദിഖ്നാ ഭി ബാക്കി ഹെ. ടി വിയിൽ എന്ത് കാണാൻ ബാക്കി ഉണ്ടായിരുന്നു? തസ്വീര് എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ് കാണാൻ ബാക്കിയാണ്, സൗണ്ട് മാത്രം വരുന്നുണ്ട്. അപ്പൊ ടി വിക്ക് ആവാസ്, ഇനി ടി വിയിൽ ഒരു ശബ്ദം വന്നു, സൗണ്ട് എന്താണ്? और മദ്രാസ് കാ അധികം താപമാൻ 35. എന്താണ് വന്നത്? ടി വിയിൽ നിന്നൊരു സൗണ്ട് വന്നു. മദ്രാസിലെ എന്താണ് താപനിലയെ കുറിച്ച് പറയുന്നത്. മദ്രാസിലെ അധികം താപനില എത്രയായിരുന്നു? 34 ഡിഗ്രി ആയിരുന്നു. ഗോപു കി ആങ്കേ ഫെൽ രഹി ഹെ. ഇത് കേട്ടപ്പോൾ ഗോപുയുടെ കണ്ണുകൾ പടരാൻ തുടങ്ങി, 4 ഭാഗത്ത് വ്യാപിച്ചു. എവിടെ നിന്നാണ് ഇത് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ടി വി കെ ശീശോ പർ ഹൽക്കി ഹൽക്കി റോഷനി ഭി ഫെൽ രഹി ഹെ. ടി വിയുടെ ശീശ എന്ന് പറഞ്ഞാൽ ചില്ലില്ലേ ടി വിയിൽ ഉണ്ടാകുന്ന ആ കണ്ണാടിയിൽ നിന്ന്, ചില്ലിൽ നിന്ന് എന്ത് വരാൻ തുടങ്ങി? ഹൽക്കി ഹൽക്കി നേരിയ പ്രകാശം, റോഷനി പ്രകാശം, നേരിയ പ്രകാശം വരാൻ തുടങ്ങി. തസ്വീരെ കിസി ഭി പൽ ദിഖ് ജായേംഗെ. അപ്പോൾ തസ്വീർ എന്ന് പറഞ്ഞ പിക്ചേഴ്സ് ഏത് നിമിഷം നമുക്ക് കാണാം. ടി വിയിൽ സൗണ്ട് വന്നു, പ്രകാശം പതുക്കെ വരാൻ തുടങ്ങി. ഇനി ഏത് നിമിഷം നമുക്ക് ടി വിയിൽ എന്ത് കാണാം? ദൃശ്യങ്ങൾ കാണാം. और തബി ബിജ്ലി ചലി ജാത്തി ഹേ. അപ്പൊ എന്ത് സംഭവിച്ചു? ടി വിയിൽ എന്ത് വരാൻ തുടങ്ങി? സൗണ്ട് വന്നു, നേരിയ പ്രകാശം വന്നു. ടി വിയിൽ പിക്ചർ വരാൻ കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? കറണ്ട് പോയി. ബിജ്ലി എന്ന് പറഞ്ഞാൽ കറണ്ട് പോയി. ധൂപ് അന്ധേര ഹോ ജാത്തി ഹേ. മൊത്തം ഇരുട്ടായി. ആ സമയത്ത് ഈ 3 കുട്ടികൾ പറയാണ്, ഗോപു ചുന്നി और ലല്ലു एक साथ अंधेरे में हे ഭഗവാൻ. അപ്പോൾ 3 കുട്ടികൾ ഒറ്റയടിക്ക് പറയാണ്, 3 കുട്ടികൾ ഒന്നിച്ച് പറയുകയാണ്, എന്റെ ദൈവമേ. കാരണം ഇത്രയും ദൂരം കഷ്ടപ്പെട്ടിട്ട് ആദ്യ ഭാഗം 1 തൊട്ട് 8 വരെയുള്ള സീനിൽ കണ്ടല്ലേ, ഓരോ മലകൾ കയറി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കുട്ടികൾ എത്തിയത്. മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടി വി നോക്കാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? കുട്ടികൾക്ക് ടി വി നോക്കാൻ സാധിച്ചോ? ഇല്ല, കറണ്ട് പോയി. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ടി വി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ടി വി എന്ന പഴക്കഥയുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ധന്യവാദം.